Hey guys. Hey guys, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് നമ്മൾ മണാലിയിൽ നിന്ന് ഷിംലയ്ക്ക് പോകുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഫുള്ള് റൈഡ് ആയിരിക്കും. പക്ഷെ നമ്മൾ പോകുന്ന വഴിക്ക് 1-2 മോണസ്ട്രിയും കൂടി സന്ദർശിക്കുന്നുണ്ട് കേട്ടോ. ബൈ ദ വേ, എനിക്ക് നേരത്തെ വീഡിയോയിൽ ഒരുപാട് മണാലിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റാത്തതല്ല, ഞാൻ മറന്നുപോയതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്തായാലും മണാലിനെ കുറിച്ച് 2-3 വാക്കുകൾ പറയാം. ഒരുപക്ഷെ ആർക്കെങ്കിലൊക്കെ ഹെൽപ്ഫുൾ ആയാലോ. ഇനിയിപ്പോ ഹെൽപ്ഫുൾ ആവാത്ത കേസാണെന്ന് വിട്ടുകളയുക. മണാലി എന്നത് ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിലെ ഒരു പ്രശസ്തമായ ഹിൽ സ്റ്റേഷൻ ആണ്. ഹിമാലയത്തിന്റെ മടിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് പർവ്വതങ്ങൾ, തണുപ്പുള്ള കാലാവസ്ഥ, ഹിമപാതകൾ, താലൂക്കുകൾ, സഞ്ചാര വൈവിധ്യം എന്നിവയിലൂടെ ആകർഷണീയമായ അനുഭവം ഉറപ്പാക്കുന്നു. മണാലിയിലുള്ള പ്രധാനപ്പെട്ട ആകർഷണ കേന്ദ്രങ്ങൾ സോളാങ് വാലി, റോത്താങ് പാസ്, ഹംട പാസ്, ബിയാസ് കുണ്ടു ജോഗിനി വെള്ളച്ചാട്ടം, ഹദിംബ ദേവി ക്ഷേത്രം എന്നിവയാണ്. വേനലിൽ, അതായത് മെയ് ജൂൺ, തണുത്തതും മനോഹരവുമായ കാലാവസ്ഥ ഹണിമൂൺ ടൂറിസ്റ്റുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സമയമാണ്. ഇനി ശീതകാലത്ത്, അതായത് നവംബർ മാർച്ച്, തണുപ്പും ഹിമപാതവുമുള്ള കാലം സ്നോ ഫാൻസിന് യോജിച്ചതുമാണ്. മണാലിയിൽ വന്നാല് ചെയ്യേണ്ടിയിരിക്കേണ്ട കാര്യങ്ങൾ എന്താന്നൊക്കെ ചോദിച്ചാല് സ്നോ അഡ്വഞ്ചർ സ്പോർട്സ്, ലോക്കൽ ഹിമാചലി ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പിംഗ്, യോഗ, ആയുർവേദ ആൻഡ് സ്പാ റിട്രീറ്റ്സ്, പിന്നെ വന്നിട്ട് ഫോട്ടോഗ്രാഫി, ട്രക്കിംഗ്, ക്യാമ്പിംഗ്. ചുരുക്കത്തില് മണാലി ഒരു സ്ഥലം മാത്രമല്ല, അതൊരു അനുഭവമാണ്. പ്രകൃതിയോടും തണുപ്പിനോടും അത്യന്തം സ്നേഹമുള്ളവർക്ക് മണാലി ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ടി വരും. മണാലിയിൽ നിന്നുള്ള ഷിംലയിലേക്കുള്ള യാത്ര വളരെ മനോഹരവും ആസ്വാദ്യവുമായ ഒരു ഹിൽ റോഡ് യാത്രയാണ്. ഇതൊരിക്കലും മെരുക്കപ്പെട്ട ഹൈവേ അല്ല, മറിച്ച് പർവ്വതങ്ങൾ, താഴ്വരകൾ, വൻമരങ്ങൾ നിറഞ്ഞ കാഴ്ചകളോടൊപ്പം നീളുന്ന ഒരു പ്രകൃതി സൗന്ദര്യപൂർണ്ണ യാത്രയാണ്. ഇതൊക്കെയാണ് സാധാരണ ഉള്ളത്. പക്ഷെ ഞാൻ പോയ സമയം എനിക്കിതൊന്നും അല്ല കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, ഭയങ്കര ഡ്രൈ ആയിരുന്നു. പൊടിപടലങ്ങൾ കൊണ്ട് റോഡ് തന്നെ കാണാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെയൊക്കെയായിരുന്നു എന്റെ ഒരു യാത്ര. പോയി നമ്മളിതാ ഇവിടെ ഒരു മൊണസ്ട്രിയിൽ എത്തിയിട്ടുണ്ട്. സോ ഇതും കൂടി കണ്ടിട്ട് വരാം. മൊണസ്ട്രി സ്ഥിതി ചെയ്യുന്നത് കുറച്ചും കൂടി ലോക്കൽ ആയിട്ടുള്ള ഒരു പ്ലേസിൽ ഉള്ളിലായിട്ടാണ്. അധികം ആൾക്കാർ എത്തിച്ചേരാൻ പറ്റാത്തൊരു സ്ഥലത്താണ് കിടക്കുന്നത്. ഇതിന്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഗൈഡിന്റെ വീടൊക്കെ വരുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെയും കൂടി കണ്ടിട്ട് പോവാന്ന് മൂപ്പര് പറഞ്ഞപ്പോ ഞാനും ഓക്കെ പറഞ്ഞു. ഇനി നമുക്ക് മണാലി ടു ഷിംല റൂട്ടിനെ കുറിച്ചുള്ള കുറച്ച് വിശദീകരണത്തെ കുറിച്ചാണ്. മണാലി, കുളു, മാണ്ഡി, സുന്ദർനഗർ, ബിലാസ്പൂർ, സോളൻ, ഷിംല, ഇങ്ങനെയാണ് മണാലി ടു ഷിംലയ്ക്ക് വരുന്ന റൂട്ട്. ആകെ ദൂരം എന്ന് പറയുന്നത് ഏകദേശം 250 കിലോമീറ്റർ ആണ്. പിന്നെ യാത്രാ സമയം 7 മുതൽ 9 മണിക്കൂർ വരെ. പിന്നെ ബാക്കി കാലാവസ്ഥയും ട്രാഫിക്കും അനുസരിച്ചിട്ട് കൂടുകയും കുറയൊക്കെ ചെയ്യാം. കുളു
മനോഹരമായ നദീതടങ്ങൾ, ആപ്പിൾ ഫാം, റിവർ റാഫ്റ്റിംഗ്. അങ്ങനെയാണ് മാണ്ഡി. ബിയാസ് നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പൈതൃക നഗരമായ മാണ്ഡിയിൽ ക്ഷേത്രങ്ങളും വൃക്ഷവൃന്ദങ്ങളും കാണാം. സുന്ദർ നഗർ, ബഹദൂരമുള്ള തടാക കാഴ്ചകൾ. ബിലാസ്പൂർ, ഗോവിന്ദ് സാഗർ ലേക്ക്. സോളാൻ, ഹിമാചൽ പ്രദേശിന്റെ മഷ്റൂം നഗരം എന്ന് വിളിക്കുന്നു. ഷിംല, ഹിമാചൽ പ്രദേശിലെ തലസ്ഥാനം. ബ്രിട്ടീഷ് കാലഘട്ടത്തിന്റെ അടയാളങ്ങൾ നിറഞ്ഞ മനോഹരമായ നഗരം. പിന്നെ യാത്രാ മാർഗങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ പ്രൈവറ്റ് ടാക്സി, കാറ്, വോൾവോ ബസ് സേവനങ്ങൾ, ബൈക്ക് എന്നിവയാണ്. ബൈ ദ വേ, അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പോയിട്ടുള്ളത് വേറൊരു മോണസ്ട്രി കാണാനാണ്. അവിടെയും നമ്മള് ബാക്കി വെക്കുന്നില്ല എന്ന് വെച്ചു. ഒരുപാട് നേരമൊന്നും നമ്മൾ സ്പെൻഡ് ചെയ്തില്ല. കുറച്ച് വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. കാരണം നമുക്ക് ഒരുപാട് നേരത്തെ ട്രാവൽ ഉണ്ടേ. ലഞ്ചിന്റെ ടൈം ആയപ്പോൾ നമ്മൾ അവിടത്തെ തന്നെ ഒരു കുഞ്ഞു റെസ്റ്റോറന്റിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. കാരണം അവിടത്തെ ഒരു ലോക്കൽ ഫുഡ് എനിക്ക് ടേസ്റ്റ് ആണെന്നുണ്ടായിരുന്നു. ഓഫ് കറി സേപ്പ് വടി. Then it is dal. Okay. Rajmas. Kadi. Yes. Then this Khatta. Okay. Guys, ഈ ഒരു കറി മാത്രം കുറച്ച് പുളിക്കറി പോലെ ഉണ്ട്. ബാക്കിയൊക്കെ എനിക്ക് മധുരമുള്ള കറിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതവരുടെ ട്രഡീഷണൽ ഫുഡാണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ കൊള്ളാം, എന്തായാലും മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല രസമുണ്ട്. പക്ഷെ എനിക്ക് ആ മഞ്ഞക്കറിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നമ്മുടെ നാട്ടിലുള്ള ഒരു മോര് കറി പോലെയൊക്കെ ഉണ്ട്, അത് മാത്രം കുറച്ച് കറി പോലെ ആയിട്ടുണ്ട്. ബാക്കിയൊക്കെ പായസം പോലെയാണോ വേറെ എന്തെങ്കിലും ആണോ എനിക്ക് ഡൗട്ടാണ് ഗൈസ്. എന്തായാലും ഞാൻ കഴിച്ചിട്ട് വരാം. ആ ഒരു ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ യാത്ര ഇതാ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ഏകദേശം നമ്മള് ഷിംല എത്താറായി. ഇനി കഷ്ടിച്ചൊരു 3/4 മണിക്കൂറും കൂടിയേ ഉണ്ടാവുള്ളൂ. സോ ആ പോകുന്ന വഴിയിൽ ഒരുപാട് ആൾക്കൂട്ടങ്ങളും തിരക്കുകളും കണ്ടപ്പോൾ ഇവിടെ എന്താ സംഭവം എന്നൊക്കെ നമ്മൾ ആലോചിച്ചായിരുന്നു. അപ്പോഴാണ് നമ്മളെ ഗൈഡ് പറയുന്നത് ഇവിടെ ഒരു ഉത്സവം ഉണ്ട്, അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും. നമുക്ക് സമയത്തിന്റെ പരിമിതി മൂലം എന്താ പറയാ അവിടെ ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങിയാല് തന്നെ നല്ല ടാസ്ക്കാണ്. കാരണം വണ്ടി പാർക്കിംഗ് അതൊക്കെ ഭയങ്കര കഷ്ടപ്പാടുള്ള. നമ്മൾ റൂമിലെത്തുമ്പോൾ നല്ലോണം വൈകും. സോ നമ്മള് പുറത്ത് നിന്നിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് നമ്മൾ പോയി. നീണ്ട യാത്രകൾക്ക് ശേഷം ഞാൻ റൂമിലെത്തിയിട്ട് എന്റെ വിശ്രമം ആരംഭിച്ചു. കാരണം നാളെയും ഇറങ്ങാനുള്ളതാണല്ലോ. സോ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നവർക്കും ബൈ ഗായ്സ്.